192.168.0.147 എന്ന് പറയുന്നത് എൻ്റെ IP അഡ്രസ്സാണ്. സോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ കാലി മെഷീനിലല്ല. നമ്മൾ വിക്ടിമിൻ്റെ മെഷീനിലേക്ക് ഡയറക്റ്റ്ലി കയറിയിരിക്കുകയാണ്. ഹലോ എവരിവൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതെൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോയിൽ നമ്മൾ മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിലൂടെ നമ്മൾ എന്താണ് മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്ക്, അതിൻ്റെ ഉപയോഗം എന്താണ്, ഒരു ഹാക്കർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ എവിടെയാണ് മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ലാബ് ഒരു ബേസിക് ലാബാണ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എങ്ങനെ ഒരു മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ബേസിക് ലാബ് ചെയ്യുന്നത്. ഇതിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഫെമിലറൈസ് ആകും, അതേപോലെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാകും. അതോടൊപ്പം ഒരു വൾനറബിലിറ്റി നിങ്ങൾക്ക് സ്വന്തമായി എങ്ങനെ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് അത് യൂസ് ചെയ്യുക എന്നും മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റു വീഡിയോസിലായിരിക്കും ഞാൻ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അത് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് എൻ്റെ കാരി മെഷീനിൽ നിന്ന് എൻ്റെ മെറ്റാസ്പ്ലോയിറ്റബിൾ OSലേക്ക് പിങ് റിക്വസ്റ്റ് അയക്കുകയാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലോസ് 0%, റിസീവ്സ് 0%, ട്രാൻസ്മിറ്റ് 0%. എന്ന് വെച്ചാൽ എൻ്റെ സൈഡിൽ നിന്ന് 4 റിക്വസ്റ്റ് ഞാൻ ഇവിടെ ഈ മെഷീനിലേക്ക് അയച്ചിട്ടുണ്ട്. പിങ് ചെയ്യുമ്പോൾ എൻ്റെ കാലി മെഷീനിൽ നിന്ന് ഈ കൊടുത്തിരിക്കുന്ന IP അഡ്രസ് എൻ്റെ മെറ്റാസ്പ്ലോയിറ്റബിൾ OSൻ്റെയാണ്. ഇതിലേക്ക് ഞാൻ 4 പാക്കറ്റ് അയച്ചു. സോ 4 പാക്കറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ 4 പാക്കറ്റ് അതേപോലെ തിരിച്ചയച്ചു. സോ അതിനർത്ഥം ഈ 4 പാക്കറ്റ് സക്സസ്ഫുള്ളി സെൻഡായി തിരിച്ച് റിസീവായി. ഇതിലൂടെ എനിക്കിവിടെ 0 പാക്കറ്റാണ് ലോസ് ആയിരിക്കുന്നത്. അതായത് കണക്ടിവിറ്റി ഉണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതാണ് നമ്മൾ പിങ് റിക്വസ്റ്റിലൂടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടെന്ന് നമുക്ക് ഇവിടെ ഉറപ്പാക്കാൻ പറ്റും. സോ അതിനുശേഷം ഈ മെഷീനിലേക്ക് ഞാൻ എൻ്റെ Nmap ടൂൾ ഉപയോഗിച്ച് ഒരു ഫുൾ ഓപ്പൺ സ്കാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫുൾ ഓപ്പൺ സ്കാൻ എന്താണ്, ഹാഫ് ഓപ്പൺ സ്കാൻ എന്താണ്, അതേപോലെ വേർഷൻ എന്താണെന്നൊക്കെ. ഞാനിവിടെ 2 സ്വിച്ചാണ് ഒരുമിച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് STയും SVയും. അതായത് എനിക്ക് ഫുൾ ഓപ്പൺ സ്കാൻ ചെയ്യണം, ഒപ്പം ആ ഒരു പോർട്സിൻ്റെ എല്ലാ വേർഷനും ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നോക്കൂ, നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നമുക്ക് എല്ലാ പോർട്ടിൻ്റെയും വേർഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പാരലി തന്നെ MSF കൺസോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇതിന് അല്പം സമയമെടുക്കും. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള Nmapനെ കുറിച്ചും ഇവലുവേറ്റ് ചെയ്യാം. സോ നമ്മുടെ നമ്മുടെ MSF enum, സോ നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കൺസോൾ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മളുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കൺസോൾ. സോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ MSF കൺസോൾ എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയെന്ന്. സോ അതിലത് നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ MSF 6 എന്ന് കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് 6ൻ്റെ വേർഷൻ. അതുകൂടാതെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ Nmapൽ ഒരു വേർഷൻ കാണിക്കുന്നുണ്ട്. FTPയുടെ വേർഷൻ VSF-TPD 2.3.4, ഇതാണ് അതിൻ്റെ വേർഷൻ. സോ നമുക്ക് മനസ്സിലായി വിക്ടിമിൻ്റെ മെഷീനിൽ ഉപയോഗിക്കുന്ന FTPയുടെ വേർഷൻ 2.3.4 ആണെന്ന്. സോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിച്ച പല കാര്യങ്ങളും ഇവിടെ റീകോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇവിടെയാണ്. സോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് വേർഷൻ, ഇത് ഞാൻ കോപ്പി ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മെറ്റാസ്പ്ലോയിറ്റിലോട്ട് പോവുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നമുക്ക് സെർച്ച് കീവേഡ് ഉപയോഗിച്ചാണ് നമുക്ക് എല്ലാ കണ്ടൻറ്റും സെർച്ച് ചെയ്യാൻ പറ്റുക. സോ സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ഡേറ്റാബേസിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് VSF-TPD 2.3.4നെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിച്ച് മീൻസ് ഈ ഒരു വേർഷനിൽ ഒരു ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ പോസിബിലിറ്റി ആയ വൾനറബിലിറ്റി ഉണ്ട്. അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. ഈ ഡിസ്ക്ലോസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 2011, അതായത് 2011 മാർച്ചിലാണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് exploit/unix FTP
ഓക്കെ, ഇതാണ് അതിൻ്റെ പേലോഡ്. സോ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സോ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മൊഡ്യൂൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ മാച്ചിങ് മൊഡ്യൂൾ വന്നിരിക്കുന്നത് ഈ പറയുന്ന 2.3.4 എന്ന വേർഷന് വേണ്ടി തന്നെയാണ്. സോ നമുക്ക് ഈ വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ബാക്ക് ഡോർ ആക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനത് ഫോർവേഡ് ചെയ്യുകയാണ്. എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടെ ഈ ഫൈൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻഡെക്സ് നമ്പർ നോക്കൂ, 0 ആണ്. നമുക്ക് യൂസ് 0 കൊടുത്താൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കത് കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്താലും അത് വർക്ക് ചെയ്യും. എന്നാൽ വളരെ സിമ്പിളായ അപ്രോച്ച് എന്ന് പറയുന്നത് യൂസ് 0 ആണ്. കാരണം ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ തന്നെ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പ്രസ് ചെയ്തപ്പോൾ തന്നെ യൂസ് 0 അവിടെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഷോ ഓപ്ഷൻസ് നോക്കുക. ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഷോ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്തിനാണെന്ന്. ഷോ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ സെറ്റിങ്സ് ആണ് കറൻ്റ്ലി ആക്റ്റീവ്, എന്തൊക്കെ സെറ്റിങ്സ് ആണ് കറൻ്റ്ലി പെൻഡിങ് ആയിട്ടുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സി ഹോസ്റ്റ്, സി പോർട്ട്, പ്രോക്സീസ്, എയർ ഹോസ്റ്റ്, എയർപോർട്ട്, അങ്ങനെ പല കാര്യങ്ങളും റിക്വയർമെൻറ്റ് നോ കാണാം. ചിലത് റിക്വയർമെൻറ്റ് ഏസ് കാണാം. റിക്വയർമെൻറ്റ് ഏസ് ഉള്ളതെല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്യണം. റിക്വയർമെൻറ്റ് നോ ഉള്ളത് നമ്മൾ കോൺഫിഗർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ റിക്വയർമെൻ്റ് ഉള്ള കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കോൺഫിഗറേഷൻ നടക്കുകയുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ പേരോഡ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ പേരോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്തപ്പോൾ ആ പേരോഡ് അവിടെ യൂസ് ചെയ്യാൻ പാകത്തിൽ സെലക്റ്റായി. ഇനി നമ്മുടെ പേരോഡ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ നമ്മൾ കോൺഫിഗർ ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് വിക്ടിമിൻ്റെ മെഷീനിലേക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ കോൺഫിഗറേഷന് വേണ്ട ഇൻഫർമേഷൻ നമ്മളിവിടെ കൊടുക്കണം. സോ ഇവിടെ ആർ ഹോസ്റ്റ് എന്ന് പറയുന്നത് വിക്ടിമിൻ്റെ IP അഡ്രസ്സാണ്. അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മെഷീൻ്റെ IP അഡ്രസ്സാണ് ആർ ഹോസ്റ്റ് കൊടുക്കേണ്ടത്. ആർ പോർട്ട് എന്ന് പറയുമ്പോൾ ഏത് പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നാണ് ആർ പോർട്ട് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആർ ഹോസ്റ്റ് കൊടുക്കുക, പിന്നീട് ആ മെഷീൻ്റെ IP അഡ്രസ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ വിക്ടിമിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ഓപ്ഷൻസ് ഒന്നുകൂടെ കൊടുത്താൽ നമ്മൾ കൊടുത്ത കോൺഫിഗറേഷൻ അവിടെ ശരിയായോ ഇല്ലയോ എന്നറിയാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് സെറ്റ് പോർട്ടാണ്. അതായത് ആർ പോർട്ട് ഓൾറെഡി സെറ്റാണ്, 21 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് റൺ കമാൻഡ് കൊടുക്കാം. റൺ കമാൻഡോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് കമാൻഡോ നമുക്ക് ഉപയോഗിച്ചത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. ബാനർ, യൂസർ, ബാക്ക്ഗ്രൗണ്ട്. സോ അതായത് നമ്മുടെ ഷെൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷെൽ എന്ന് പറയുമ്പോൾ ഒരു യൂസർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു വിൻഡോ ആണ് ഷെൽ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ വിക്ടിമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ 192.168.0.147 എന്ന് പറയുന്നത് എൻ്റെ IP അഡ്രസ്സാണ്. സോ 103 നമ്മളുടെ വിക്ടിമിൻ്റെ IP അഡ്രസ്സ്. സോ നമ്മളുടെ മെഷീൻ തമ്മിൽ കണക്ട് ആയെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഷെൽ ആക്റ്റീവായിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ LS കമാൻഡ് കൊടുത്തു നോക്കാം. നമ്മൾ ഓൾറെഡി ലിനക്സ് കമാൻഡ്സിൽ പഠിച്ചിട്ടുണ്ട് LSൻ്റെ ഉപയോഗം എന്താണെന്ന്. LS കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കണ്ടൻറ്റും ലിസ്റ്റ് ചെയ്യും. അതായത് ആ ഡയറക്ടറിയിലുള്ള എല്ലാ കണ്ടൻറ്റും ലിസ്റ്റ് ചെയ്യും. സോ നമുക്ക് നോക്കൂ, ഇവിടെ LS, bin, boot, CD-ROM അങ്ങനെ എല്ലാ കണ്ടൻസും ലിസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് ആരുടെയാണ് ഫയൽസ് നമുക്ക് അറിയണ്ടേ. ഹുവാമായി കൊടുത്താൽ ഏത് യൂസറാണ് കറന്റ് ലോഗിൻ എന്നറിയാൻ പറ്റും. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് റൂട്ട് യൂസറാണെന്നാണ്. ഒരു റൂട്ട് യൂസറിൻ്റെ ആണ് കണ്ടൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് PWD കൊടുത്ത് പിന്നെ അറിയാൻ പറ്റും. സോ PWD കൊടുത്തപ്പോൾ നമുക്ക് നോക്കൂ, ഞാൻ CD ചെയ്ത് ബാക്ക് പോവുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മെഷീനാണോ വിക്ടിമിൻ്റെ മെഷീനാണോ നിങ്ങൾ കൺഫേം ചെയ്യാം. സോ ഇതിപ്പോൾ എല്ലാ ലിനക്സ് ഡയറക്ടറിയിലും ഈ ഫയൽസ് കോമൺ ആണ്. എന്നാൽ നമുക്ക് അറിയേണ്ടത് ഏത് മെഷീനാണ് നമ്മളിപ്പോൾ വിക്ടിമിൻ്റെ മെഷീനിലേക്ക് നമ്മൾ കയറാൻ പറ്റുമോ അതോ നമ്മുടെ മെഷീൻ തന്നെയാണോ നമ്മൾ ആക്സസ് എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ CD ഹോം അടിച്ച് നോക്കിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഇവിടെ MSF അഡ്മിൻ എന്നൊരു യൂസറുണ്ട്. MSF അഡ്മിൻ യൂസർ ഉള്ളത് എവിടെയാണ്? നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കൺസോളിലെ നമ്മളുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ OSൻ്റെ ഒരു യൂസറാണ് MSF അഡ്മിൻ.
സോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ കാലി മെഷീനിലല്ല. നമ്മൾ വിക്ടിമിൻ്റെ മെഷീനിലേക്ക് ഡയറക്റ്റ്ലി കയറിയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഫയൽസ് എല്ലാം വിക്ടിമിൻ്റെ മെഷീനിലെ ഫയൽസാണ്. നമ്മളുടെ മെഷീനിലെ ഫയൽസ് അല്ല. സോ FTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ പ്രോട്ടോക്കോൾ ഉപയോഗിക്കാം. സോ ഈ പ്രോട്ടോക്കോൾ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചപ്പോഴത്തേന് അവർ ഉപയോഗിച്ച വേർഷൻ ഒരു വൾനറബിൾ വേർഷനാണ്. ഈ വേർഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ബാക്ക്ഡോർ ആക്സസ് പോസിബിൾ ആണ്. ഇത് പോസിബിൾ ആയ എങ്ങനെയാണ്? മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കൺസോളിൽ ഇതിന് പറ്റിയ ഒരു പേലോഡ് ഉണ്ടായിരുന്നു. ഇതവർ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് ഇതിലേക്ക് റിമോട്ട് കണക്ഷൻ കിട്ടുന്നത്. സോ ഇവിടെ FTP എന്ന് പറയുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ വൾനറബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ ആ മെഷീനിലേക്ക് കയറുകയും അതിലെ ഫയൽസ് നമുക്ക് എടുക്കുവാനും ഡിലീറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എല്ലാം പറ്റും. സോ ഇവിടെ ഞാൻ ക്യാറ്റ് കൊടുത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ലിനക്സ് കമാൻഡ്സ് എല്ലാം പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഞാൻ ക്യാറ്റ് കമാൻഡ് കൊടുത്ത ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ hacker.txt ആണ് ഫയലിൻ്റെ പേര്. സോ നോക്കൂ, ഇതാ ഇവിടെ നമ്മളുടെ മെഷീനിൽ നമ്മൾ നോക്കൂ, മെറ്റാസ്പ്ലോയിറ്റ് മെഷീനിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് കാണാൻ പറ്റുന്നുണ്ട്. hacker.txt എന്ന ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. സോ പക്ഷേ എനിക്കിതിലേക്ക് ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്ത കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് ഞാനിവിടെ ലിനക്സ് കമാൻഡ് എൻ്റർ ചെയ്ത് നമ്മുടെ കാലി മെഷീൻ ആണെങ്കിലും അത് വർക്കൗട്ട് ആയിരിക്കുന്നത് നമ്മുടെ വിക്ടിം മെഷീനിലാണെന്ന്. സോ ഇങ്ങനെയാണ് അറ്റാക്കർക്ക് നമ്മളുടെ വിക്ടിം മെഷീനിലേക്ക് ഒരു വിക്ടിമിൻ്റെ മെഷീനിലേക്ക് കണ്ടൻറ്റ് ആക്സസ് ചെയ്യാനും അവിടെ മോഡിഫൈ ചെയ്യാനും ഫയൽ ഡിലീറ്റ് ചെയ്യാനെല്ലാം പറ്റുന്നത്. സോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ലിനക്സ് കമാൻഡ്സ് കൂടുതലായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ട്രൈ നോക്കാം. നിങ്ങൾക്ക് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനോ പഴയ ഫയലിനെ ഡിലീറ്റ് ചെയ്യാനോ തുടങ്ങിയ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ മെറ്റാസ്പ്ലോയിറ്റ് ഉപയോഗിച്ച് ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സോ അടുത്ത സെഷനിൽ നമ്മൾ അല്പം കൂടെ അഡ്വാൻസ് ആയ ഒരു പ്രാക്ടിക്കലിലേക്ക് കടക്കാം.